നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 15 ആരംഭിക്കുന്ന 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരക്കായുള്ള ശ്രീലങ്കൻ ടീം ഇതാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സ്ക്വാഡ് നേരത്തെ പ്രഖ്യാപിച്ചതാണ്, നമ്മളത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ടീമിലുണ്ടായിട്ടുള്ള അപ്ഡേഷനുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ആദ്യ ടെസ്റ്റിനായിട്ട് ശ്രീലങ്ക അവരുടെ 16 അംഗ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില നീക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 2023 ശേഷം ഇതുവരെ ടെസ്റ്റ് കളിക്കാതിരുന്ന നിറോഷൻ ഡിക്വെല്ലയെ സ്ക്വാഡിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെയുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോളപ്പുകൾ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രീലങ്കയുടെ സ്ക്വാഡ് നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. നിറോഷൻ ഡിക്വെല്ല റിട്ടേൺസ് ടു ദി ശ്രീലങ്ക ടെസ്റ്റ് സ്ക്വാഡ്. 3 വർഷങ്ങൾക്ക് ശേഷമാണ്. ഏറ്റവും അവസാനം അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചിട്ട് 3 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുക്കുന്നു. അതുപോലെ തന്നെ അൺക്യാപ്ഡ് ഓഫ് സ്പിന്നർ കെഷാര നുവാന്തയെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. അൺക്യാപ്ഡ് ടോപ്പ് ഓർഡർ ബാറ്റർ പസിന്ദു സൂര്യബന്ധാരയെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബൗളർ ദിൽഷാൻ മധുഷാങ്ക സ്ക്വാഡിലേക്ക് എത്തുന്നു. അദ്ദേഹം ഒരു ടെസ്റ്റ് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് 2-3 വർഷങ്ങൾക്കിടയിൽ കളിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അദ്ദേഹത്തെയും സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. അതേസമയം ഈ സ്ക്വാഡിൽ സെലക്ഷൻ അൺഅവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് പത്തും നിസാങ്കയാണ്. അദ്ദേഹത്തിന് റിസ്റ്റ് സർജറി കഴിഞ്ഞു, അതിൻ്റെ റിക്കവറിയിലൂടെ കടന്നു പോവുകയാണ്. അതുപോലെ തന്നെ കുഷാൽ മെൻഡിസ്, അദ്ദേഹം ഹാംസ്ട്രിങ് ഇഞ്ചുറി കാരണമാണ് സ്ക്വാഡിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. അപ്പോൾ കുഷാലിൻ്റെ ആബ്സെൻസാണ് യഥാർത്ഥത്തിൽ ഡിക്വെല്ലയ്ക്ക് സ്ക്വാഡിലേക്ക് 33-ാമത്തെ വയസ്സിൽ മടങ്ങി വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. സൂര്യബന്ധാരയുടെ ഒരു സെലക്ഷൻ പാർട്ട്ലി ഡ്യൂ ടു നിസാങ്കാസ് ആബ്സെൻസ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും ഇപ്പോൾ നിഷാൻ മധുഷ്കയും ലാഹിരു ഉദാരയുമായിരിക്കും മിക്കവാറും അവരുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക. ശ്രീലങ്കയുടെ മോസ്റ്റ് റീസെൻറ്റ് ടെസ്റ്റുകളിലൊക്കെ സംഭവിച്ച പോലെ തന്നെ അവരുടെ ടോപ്പ് ഓർഡർ അങ്ങനെ ഓപ്പണിങ്ങിന് അങ്ങനെ ഇറങ്ങാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുള്ളത് 4 പേസ് ബൗളർമാരെ ഒരു ഹോം സീരീസിനായിട്ട് ശ്രീലങ്ക സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഇപ്പം ഓൾറൗണ്ടർ മിലൻ രത്നായകയെ കൂടി ചേർക്കുമ്പോൾ 5 സീം ബൗളിംഗ് ഓപ്ഷൻസ് അവർക്ക് അവൈലബിൾ ആണ്. അസിത ഫെർണാണ്ടോ, അദ്ദേഹം മിക്കവാറും ആദ്യ ലെവലിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ലാഹിരു കുമാര, വിശ്വ ഫെർണാണ്ടോ, മധുഷാങ്ക എന്നിവർ കൂടി സ്ക്വാഡിൽ ഉണ്ടാകുമ്പോൾ സീം ബൗളിംഗ് ഓപ്ഷൻസ് 5 മാറുകയാണ്. 3 ഫ്രണ്ട് ലൈൻ സ്പിന്നേഴ്സാണ് ഇപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ ആകെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലെഫ്റ്റ് ആം സ്പിന്നർ പ്രഭാത് ജയസൂര്യ, അദ്ദേഹമായിരിക്കും മിക്കവാറും അവരുടെ ലീഡ് സ്ലോ ബോളറായിട്ട് ഒരു മത്സരത്തിൽ ഉണ്ടാവുക. അദ്ദേഹത്തോടൊപ്പം ഒന്നുകിൽ അൺക്യാപ്ഡ് ആയിട്ടുള്ള നുവാന്തയോ അല്ലെങ്കിൽ രമേഷ് മെൻഡിസോ കളിക്കാനാണ് സാധ്യത. സൊനാൽ ദിനൂഷ ലെഫ്റ്റ് ആം സ്പിന്നിങ് ഓൾറൗണ്ടർ, അദ്ദേഹവും ഇപ്പോൾ ശ്രീലങ്കയുടെ 16 അംഗ സ്ക്വാഡിലുണ്ട്. ഇപ്പോൾ ബാറ്റിംഗ് നിര ഓൾമോസ്റ്റ് വ്യക്തമാണ്. അവരുടെ സെലക്ഷൻ കുറച്ചുകൂടി പ്രഡിക്റ്റബിളാണ്. ഇപ്പോൾ ദിനേഷ് ചണ്ഡിമൽ, കാമിൻഡു മെൻഡിസ്, ധനഞ്ജയ ഡി സിൽവ ഇവരൊക്കെ 3, 4, 5 പൊസിഷനിലായിട്ട് മധ്യനിരയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സ് ആയിട്ടുള്ള ദിനൂഷ, പിന്നെ രമേഷ് മെൻഡിസ്, രത്നായകെ, ഇവർ ലോവർ മിഡിൽ ഓർഡറിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഡിക്വെല്ല നമ്പർ 6 നമ്പർ 7 ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ശ്രീലങ്കയുടെ സ്ക്വാഡിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ എന്തായാലും അവരുടെ സ്ക്വാഡ് ഇങ്ങനെയാണ്. ധനഞ്ജയ ഡി സിൽവ ക്യാപ്റ്റൻ, ലാഹിരു ഉദാര, നിഷാൻ മധുഷ്ക, കാമിൻഡു മെൻഡിസ്, ദിനേഷ് ചണ്ഡിമൽ, പസിന്ദു സൂര്യബന്ധാര, സൊനാൽ ദിനുഷ, നിറോഷാൻ ഡിക്വെല്ല, രമേഷ് മെൻഡിസ്, പ്രഭാത് ജയസൂര്യ, കെഷാര നുവാന്ത, മിലൻ രത്നായക, അസിത ഫെർണാണ്ടോ, ലാഹിരു കുമാര, വിശ്വ ഫെർണാണ്ടോ, ദിൽഷാൻ മധുഷാങ്ക. ഇതാണ് അവരുടെ ഒരു സ്ക്വാഡ്. ഏതായാലും മികച്ചൊരു പോരാട്ടം നടത്തും നമ്മുടെ കുട്ടികളിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ടീം ഈ ശ്രീലങ്കൻ സ്ക്വാഡിന് മേലെ ആധിപത്യം പുലർത്തുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇന്ത്യക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് കുറേ താരങ്ങളുടെ ഒരു പരിക്കും മറ്റുമൊക്കെ പ്രശ്നമായി മാറി. ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിൽ അദ്ദേഹം പരിക്കേറ്റ് പുറത്തായി. അതുപോലെ തന്നെ ഇപ്പോൾ സായി സുദർശൻ പുറത്തായി. കൂടാതെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ വാഷിങ്ടൺ സുന്ദർ ഒരു പക്ഷേ 2ാം ടെസ്റ്റിനും അൺഅവൈലബിൾ ആവാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെ വന്നാൽ വലിയ രൂപത്തിലുള്ള ഒരു തിരിച്ചടി ഇന്ത്യൻ ടീമിന് സംഭവിക്കുകയാണ്. കാരണം പ്രധാന താരങ്ങളിൽ പലരും ഇല്ലാതെയാണ് ഈ ഒരു സീരീസ് കളിക്കുന്നത്. ഇതാവട്ടെ മസ്റ്റ് വിൻ സീരീസുമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.